വരികൾക്കിടയിൽ ഒരു ഗീതകം. എനിക്ക് 2 കുട്ടികളുണ്ട്. 2 പിള്ളേരുണ്ട്. 2 പിള്ളേരുണ്ട്. പിള്ളേർക്ക് എത്ര വയസ്സായി? മൂത്ത ആൾക്ക് 7 വയസ്സാകുന്നു, ഇളയതിന് 2 വയസ്സ് കഴിഞ്ഞു. അത് ശരി. എത്രയിലാണ് പഠിക്കുന്നത് പിള്ളേർ? ഒരാഴ്ച മൂത്തത് 1ാം ക്ലാസ്സിൽ. ഷീനയുടെ വീട്ടിൻ്റെ അടുത്താണോ സ്കൂളൊക്കെ? ആ തൊട്ടടുത്ത് തന്നെ. അപ്പം പുള്ളി ഓടിപ്പോയി അമ്മയുടെ കട്ടിലേക്ക് പോയി കിടന്നു. എന്നിട്ട് അളിയനെ കേട്ട് ഞാനും കൊച്ചും കിടക്കുന്ന മുറിക്കകത്ത് അളിയനെ കട്ടിലേക്ക് കിടത്തി. എന്നിട്ട് കുറച്ച് ഇത് ഉറങ്ങായിരുന്നോ? ആരാ? ഷീന. ഞാൻ ഇടയ്ക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അളി പുള്ളി വന്നായിട്ട് മാത്രം കേൾക്കുന്നുണ്ട്. അയാൾ വന്ന് കിടന്നൊന്നും അറിയില്ല. അതൊന്നും അറിയത്തില്ല. ഭയങ്കര ആവിയുള്ള സമയമാണ്. ഈ ഫാനിനുണ്ടെങ്കിലും വലിയ കാറ്റില്ലാത്ത ഫാനാണ്. ഇവിടെ താഴെ ഇറങ്ങി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ മുറി കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടൊന്ന് ചോദിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ മുറി കിടക്കാൻ പോയി കഴിഞ്ഞപ്പം ഈ പുള്ളി ഇവിടെ താഴെ കയറി കിടന്നു, മറ്റേ പുള്ളി കട്ടിലിൽ കിടന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു അയാൾ ആ കട്ടിൽ കയറി കിടക്കുന്നുള്ളത്? അറിയാം. അതെങ്ങനെ ഭാര്യയുള്ള ഒരു മുറിയിൽ വേറെ ഒരു പുരുഷൻ വന്ന്? ഞാൻ ഇവിടെ വിളിച്ചതാണ്. വിളിച്ചാലും ഇല്ല, അതൊക്കെ വേറെ കാര്യം. അവിടെ വന്നില്ല. ആ വീട്ടിൽ വേറെ മുറിയില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് വേറെ മുറിയിലേക്ക് പോയി? വേറെ മുറിയിൽ പോയെന്ന് പറഞ്ഞാൽ ആ മുറി അല്ല, നിങ്ങളെ അവിടെ കിടന്നിട്ട് അളിയനെ അടുത്തുള്ള മുറിയിലേക്ക് അയക്കാമായിരുന്നില്ലേ? അടുത്ത മുറി പോയി. പുള്ളി ഭയങ്കര പൂസാണ്, കുടിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പുള്ളി. അപ്പോൾ പൂസായിട്ടുള്ള ഒരാളെ ഭാര്യയിലൂടെ കിടത്താനോ? കിടത്താനെല്ലാം പറഞ്ഞത്. എന്താ നിങ്ങൾ മാറി മാറി കള്ളം പറയരുത് കേട്ടോ. മര്യാദക്കൂടെ കറക്റ്റ് ആയിട്ടുള്ളത് പറയും. ഇവിടെ വന്ന് ഇത്രയും പേർക്ക് മുയാളെല്ലാം എന്താ ഫൂളാക്കാണോ? ഇപ്പോഴല്ലേ നിങ്ങളെ പറഞ്ഞത് അടുത്ത മുറിയിൽ ഞാൻ പോയി കിടന്നു എന്നുള്ള കാര്യം? അടുത്ത മുറി കിടന്നല്ലോ. എന്തിനു പോയി കിടന്നു? അങ്ങനെ എനിക്കറിയത്തില്ല. പുള്ളി ഇങ്ങനെ കാണിക്കുന്നുള്ള എനിക്കറിയാൻ. എന്താ ഈ പറയുന്ന? അടുത്ത മുറിയിൽ ഒരു സ്ത്രീ ഒരുത്തം കുടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഭാര്യയിലൂടെ അയാളെ കിടത്തിയിട്ട് നിങ്ങൾ അടുത്ത മുറിയിലേക്ക് കിടക്കുന്നത് എവിടത്തെ ന്യായമാണ്? ആ ഇട്ടപടി എന്നെ ഡ്രസ്സ് ഇട്ട് തന്നെ പുള്ളി നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചാച്ച നമുക്ക് പള്ളിയിൽ പോകാനായിട്ട് നമുക്ക് പോകാമെന്ന് വരാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എഴുന്നേപ്പിച്ച് അപ്പം ചാച്ച ഞാൻ വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ മസിൽ പിടിക്കുവാണേ, നന്നായിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ മസിൽ പിടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ആ ചാച്ച നമുക്ക്. ഈ പുള്ളി പറഞ്ഞ്, അപ്പം അമ്മ പറഞ്ഞു, എടാ നീ ഒന്നും ഒരു കാര്യം, നീ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് നീ പുണ്യാളിനെ നീ സത്യം ചെയ്യാം. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ലമ്മ ഞാൻ പറഞ്ഞിരുന്നു പുള്ളി സത്യം ചെയ്യാം. എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ വീട്ടിലെന്തോ വഴക്കുണ്ടാക്കി അമ്മായിമ്മയായിട്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കാൻ പറ്റിയാന്ന് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയത്. പിന്നെ വിളിച്ച് വരുത്തി ഈ ജോബിയെ ഞാൻ വിളിച്ച് വരുത്തി പറഞ്ഞ് അന്ന് എമ്മതെ കാക്കി അങ്ങ് പോയായിരുന്നു. ഒരു 2 മാസം തയ്ച്ച് ഷീന ഇവിടെ നിന്നോന്ന് എനിക്ക് സംശയമുണ്ട്. 2 മാസം തയ്ച്ച് ഷീന നിന്നിട്ടില്ല. കാരണം ഷീനയുടെ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മമാർ മക്കളെ കെട്ടിച്ച് മറ്റൊരു കുടുംബത്തിൽ വിടുമ്പോൾ അവിടെ ജീവിക്കാൻ പറഞ്ഞു വിടണം. അത് ഷീനയുടെ അമ്മ പറഞ്ഞു വിട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം. നിങ്ങളുടെ കട്ടിൽ ആരെയോ കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അതെന്താ? അത് ഇല്ല, സത്യമായിട്ടില്ല. ചോദിക്കും. നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ എപ്പോൾ കണ്ടു അപ്പൊ ചോദിക്കാനുള്ള ശക്തിയില്ലേ നിങ്ങൾക്ക്? ജെയിംസ്, അത് പറഞ്ഞ് ഷീനയെ കുറിച്ചാണോ? ഷീനയെ കെട്ടിപ്പിടിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ അയാൾ ഓടിപ്പോയി. രാത്രിയിലാണ് ഞാൻ അന്ന് അവിടെ പോകുന്നില്ല. അന്ന് ഞാൻ അവിടെ തങ്ങുമായിരുന്നു. അപ്പൊ രാത്രി ഞാൻ അവിടെ തങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് 10-11 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവനെ വീണ്ടും വന്ന് ഈ ഇവിടെ കാറുണ്ടല്ലോ, മറ്റേ സ്ഥലം മേടിച്ച് താമസിക്കുന്നവരെ കാർ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോഴേക്കും കടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടും കൂടെ മുറി കയറി. ഞാൻ അപ്പുറത്തെ മുറിയിലായിരുന്നു കടന്നിരുന്നത്. അന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അമ്മ പറഞ്ഞു, നീ ഇനി മേലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് കുടിച്ച് കടന്നു ഇനി മേലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ വേഷം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുവോ മേടം ഇങ്ങോട്ട് എടുക്കുവാൻ മേടം എന്ന് പറഞ്ഞു. പുള്ളി അന്നങ്ങ് പോയി. അല്ല, ഈ പുള്ളി പറഞ്ഞുള്ള യാതൊരു സംഭവം നടന്നു എല്ലാം ഉണ്ടാക്കി അതൊക്കെ ഒരു ഭാര്യയും ഭർത്താവിന്റെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കള്ളം പറഞ്ഞല്ല. ഞാൻ ഒരു ഭർത്താവ് അങ്ങനെ കള്ളം പറയോ ഒരു ഭാര്യയെ പറ്റി പറയാൻ? അത് പറഞ്ഞ വഴക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് പറഞ്ഞ് പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്കേ ഉണ്ടായിട്ടില്ല? ഈ സംഭവം ഉണ്ടായി. ഞാൻ ഇതെല്ലാം എന്റെ നാട്ടിൽ അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. വീട്ടിൽ പറഞ്ഞപ്പം എന്നോട് വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് നമ്മൾ ആരും പറയാൻ. നിങ്ങൾ ആദ്യമായിട്ട് കുടിക്കുന്നത്? ഞാൻ അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ ചേച്ചിയുടെ മുറിയിലോട്ട് പോയത്? ചേച്ചിയുടെ മുറിയിലോട്ടൊന്നും ഞാൻ പോയില്ല. ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്തിനാ വന്നത് നമുക്കറിയില്ല. എന്തിനാ അവിടെ ചേച്ചിയുടെ മുറിയിലോട്ട് പോയതും പിന്നെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ഭാര്യയെ പറ്റി ഇങ്ങനെ ഒരാളുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതും? ചുമ്മാ സംസാരിച്ചതല്ല, അതിന് എന്തെങ്കിലും കാരണമുണ്ട്.